നമസ്കാരം. ഈ വർഷത്തെ അഥവാ 2024 അവസാന വെള്ളിയാഴ്ചയാണ് നാളെ. വെള്ളിയാഴ്ചയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന അഥവാ ലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസം. അതിനാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ തന്നെ ക്ഷേത്രപുരാണത്തിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ഈ വീഡിയോയിലൂടെ നാളെ അരിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായ നേട്ടങ്ങൾ, ഐശ്വര്യം, സമ്പൽ സമൃദ്ധി വന്നു ചേരുന്നതിന് സഹായകരമാണ്. കടബാധ്യതകൾ പോലും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. അതിനുള്ള വഴികൾ തെളിയുന്നതാണ്. അതേക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാളെ ചെയ്യേണ്ടതായ ആ പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. വീട്ടിൽ അരിപാത്രത്തിന് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. കാരണം അരി സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതായ വസ്തുവാകുന്നു. അതിനാൽ തന്നെ അരിപാത്രത്തിൽ നാളെ ഈ ഒരു കാര്യം ചെയ്യുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വൈകുന്നേരം വിളക്ക് വയ്ക്കുമ്പോൾ അഥവാ സന്ധ്യാസമയത്ത് നിങ്ങൾ വിളക്ക് വയ്ക്കുമ്പോൾ 1 രൂപ നാണയം അല്ലെങ്കിൽ 5 രൂപ നാണയം നിങ്ങൾ വിളക്കിന് മുൻപിൽ സമർപ്പിക്കുക. ഈ നാണയം കഴുകി തുടച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ സമർപ്പിക്കുവാൻ പാടൂ എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ ഈ നാണയത്തിൽ കുങ്കുമം, അതോടൊപ്പം മഞ്ഞൾ തിലകം കൂടി ചാർത്തേണ്ടതായിട്ടുണ്ട്. ശേഷം ആദ്യം നിങ്ങൾ സാക്ഷാൽ ഗണപതി ഭഗവാനെ ഭജിക്കുക. ഭഗവാന്റെ മന്ത്രം അഥവാ ഈ മന്ത്രം നിങ്ങൾ 3 തവണ ജപിക്കുക. മന്ത്രം ഇപ്രകാരമാണ്: ഓം ഗം ഗണപതേ നമഃ, ഓം ഗം ഗണപതേ നമഃ, ഓം ഗം ഗണപതേ നമഃ. ഈ മന്ത്രം 3 നിങ്ങൾ ജപിക്കുക. ശേഷം മഹാദേവന്റെ ഏറ്റവും വിശേഷപ്പെട്ടതായ ഈ മന്ത്രം 108 ജപിക്കുക. പഞ്ചാക്ഷരി മന്ത്രം 108 ജപിക്കണം. ഓം നമഃശിവായ എന്ന് 108 നിങ്ങൾ ജപിക്കുക. ശേഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ നിങ്ങൾ ഭജിക്കണം. 21 തവണയാണ് ഈ മന്ത്രം നിങ്ങൾ ജപിക്കേണ്ടത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ശ്രീം മഹാലക്ഷ്മി ദേവിയേ നമഃ, ഓം ശ്രീം മഹാലക്ഷ്മി ദേവിയേ നമഃ. ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഈ പരാമർശിച്ച രീതിയിൽ തന്നെ ചെയ്യുക. അതിന് മുന്നോടിയായി ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ച് കൂടി മനസ്സിലാക്കാം. നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രം തുടച്ച് വൃത്തിയാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഒരിക്കലും പൊടി പാടുള്ളതല്ല. തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം അരിപ്പാത്രത്തിന്റെ 4 ഭാഗങ്ങളിലും മഞ്ഞൾ കുങ്കുമത്തിലകം നിങ്ങൾ ചാർത്തുക. ശേഷം ആരും കാണാതെ വിളക്ക് നിങ്ങൾ അണച്ചതിന് ശേഷം ഈ സമർപ്പിച്ചിരിക്കുന്നതായ നാണയം അരിപ്പാത്രത്തിൽ അരിയോടൊപ്പം വയ്ക്കുക. പകുതി അരി നിറച്ച ശേഷമാണ് അതിന് മുകളിൽ നാണയം വയ്ക്കേണ്ടത്. ശേഷം ബാക്കി അരി കൂടി നിറയ്ക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഒരിക്കലും ഈ കാര്യം പുറത്ത് ആരോടും നിങ്ങൾ പറയുവാൻ പാടുള്ളതല്ല. ഇപ്രകാരം ചെയ്തു എന്ന് ആരോടും പറയരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രകാരം നിങ്ങൾ പറയുകയാണ് എങ്കിൽ അത് സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അയൽക്കാരോടോ വേണ്ടപ്പെട്ടവരോടോ ഇപ്രകാരം പറയുകയാണ് എങ്കിൽ നിങ്ങൾ ചെയ്തതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. എന്നാൽ വീട്ടിലുള്ള അംഗങ്ങൾ അറിയുന്നതിൽ തെറ്റില്ല. മറ്റാരോടും പറയരുത് എന്ന കാര്യം ഓർക്കണം. അരി തീരരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അരി തീരരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അരി പകുതിയാകുമ്പോഴേക്കും വാങ്ങേണ്ടതായിട്ടുണ്ട്. സന്ധ്യയ്ക്ക് മുൻപായി തന്നെ അരിപാത്രം മുഴുവനായും അരി വാങ്ങി നിറയ്ക്കുക. പിന്നീട് നാം ചെയ്യേണ്ടത് ഒരിക്കലും ഈ അരിപ്പാത്രം പൊടി പിടിക്കാതെ സൂക്ഷിക്കുക എന്ന കാര്യമാണ്. അത് ശുഭകരമല്ല എന്നതിനാലാണ് ഇപ്രകാരം പറയുന്നത്. തുടച്ച് വൃത്തിയായി തന്നെ സൂക്ഷിക്കണം. കൂടാതെ വച്ചിരിക്കുന്നതായ നാണയം
ഒരിക്കലും പുറത്ത് കാണരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നിങ്ങൾ ആഹാരം പാചകം ചെയ്യുവാൻ അല്ലെങ്കിൽ അരി എടുക്കുന്നതായ അവസരത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് അരി എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം ലഭിക്കൂ. മന്ത്രം ഇപ്രകാരമാണ്: ഓം ശ്രീം ശ്രീയേ നമഃ, ഓം ശ്രീം ശ്രീയേ നമഃ, ഓം ശ്രീം ശ്രീയേ നമഃ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ട് തന്നെ നിങ്ങൾ അരി എടുക്കുക. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ചില സവിശേഷമായ ഫലങ്ങൾ, പ്രത്യേകിച്ചും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ആ വീടുകളിലേക്ക് കടന്നു വരും. അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആ വ്യക്തികളുടെ ജീവിതത്തിൽ നിന്നും അകലും എന്ന് തന്നെയാണ്. കടബാധ്യതകൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. അതിനുള്ള വഴി തെളിയും. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തിക പരാധീനതകൾ ഒരു പരിധിവരെ മറികടക്കുവാൻ സഹായകരമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ മറ്റുള്ളവർക്ക് നിങ്ങളോട് പ്രത്യേകമായ ബഹുമാനം തോന്നുകയും അത് നിലനിൽക്കുകയും ചെയ്യുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. അതിനാൽ ബഹുമാനം വർദ്ധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ആരെയും അതിശയിപ്പിക്കുന്നതായ നേട്ടങ്ങൾ, ആർക്കും അതിശയം തോന്നുന്നതായ സൗഭാഗ്യങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ദേവി അവസരങ്ങൾ തന്നെയാണ് നൽകുക. അതിനാൽ അത്തരം അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ നാളെ നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിക്കണം എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതോടൊപ്പം ഒരു ഏലയ്ക്ക കൂടിയിട്ട് വിളക്ക് തെളിയിക്കണം. ഈ നാണയം അടുത്ത 30 വെള്ളി വരുന്നതായ സമയത്ത് പുറത്തെടുത്ത് അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിലാണ് എങ്കിലും സമർപ്പിക്കാവുന്നതാണ്. വീണ്ടും അടുത്ത 30 വെള്ളി ഇപ്രകാരം ചെയ്ത് വീണ്ടും ഈ നാണയം സ്ഥാപിക്കുക. ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഈ കാര്യത്തിന് എപ്പോഴും പ്രാധാന്യം നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ശരീരശുദ്ധിയോ മനഃശുദ്ധിയോ ഇല്ല എങ്കിൽ ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ ഫലം ലഭിക്കുന്നതല്ല. പുലവാലായ്മ ഉള്ളവരും ആർത്തവമുള്ളവരും ഈ സമയം ഈ കാര്യം ചെയ്യാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. ആർത്തവമുള്ളവരാണ് എങ്കിൽ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് ഈ കാര്യം ചെയ്യാം. അതിൽ യാതൊരുവിധ തടസ്സവുമില്ല. ആ കാര്യത്തിനും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്.